നെക്സ്റ്റ് നമ്മൾ ലൈൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു കേവ് നമ്മൾ സർക്കിൾ പോലെ വരയ്ക്കാൻ, ഹാഫ് സർക്കിൾ വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ ഡോട്ട്സ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. കേവ് വരയ്ക്കണ്ട, ഡോട്ട്സാണ് അപ്ലൈ ചെയ്തത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലവർ, ഇത് നമ്മൾ പഠിച്ച ഫ്ലവറാണ്, അതിന് ഡബിൾ ലെയറായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ആ കേവിൽ നമ്മൾ ഡോട്ടഡ് കേവ് വരച്ചില്ലേ, ആ കേവിൽ മൊത്തം ഈ ഫ്ലവർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, സ്പൈറൽ കൊടുക്കുക. എന്നിട്ട് ഈ ഫ്ലവർ ഇങ്ങനെ ചുറ്റിലും കൊടുക്കുക. അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അപ്പം ഇങ്ങനെ ആയി. ഇനി നമ്മൾ താഴെ കുറച്ച് ബാലൻസ് സ്പേസ് ഉണ്ട്, അപ്പോൾ നമ്മൾ അവിടെ ഒരു ഡബിൾ ലൈനോട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് തിക്ക് ചെയ്യുക. ആ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കണ്ട, പകരം നമുക്ക് താഴേക്ക് ലൈൻസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ സ്പേസ് ഉള്ളതുകൊണ്ടാണ് മുകളിലേക്ക് ചെയ്തത്. ഇനി സെൻറ്ററിൽ കറക്റ്റ് ഒരു ലൈന് ഡബിൾ ലൈന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വെയിൻസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഈ വെയിൻസ് തന്നെ ചെയ്യണമെന്നില്ല, ഏത് വെയിൻസ് വേണമെങ്കിലും നമുക്ക് മാറ്റി മാറ്റി ചെയ്യാം. പുറത്തുള്ള ഫ്ലവറും അതേപോലെ ഏത് ഫ്ലവറും നമുക്ക് മാറ്റി ചെയ്യാം. ഇനി നമ്മൾ ഈ സ്കാലപ്പ് ഇവിടെ വരച്ചു കൊടുക്കുക. രണ്ട് സൈഡിലും സ്കാലപ്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ലൈന് വരച്ചിട്ട് ആ സ്കാലപ്സിനൊന്ന് ഫില്ല് ചെയ്യാം. പിന്നെ ബോർഡർ ഒരു തിൻ ലൈന് വരച്ചു, വീണ്ടും ഒരു തിൻ ലൈന് വരച്ചു. ഇനി നമുക്ക് ബാലൻസ് വരുന്ന സ്പേസ് ഫില്ല് ചെയ്യാനുള്ളതാണ്. അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു ഈ ഫ്ലവറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്കൺ ചെയ്യാം. അത് നമുക്ക് ആദ്യം വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ സൈഡിലും അതേപോലെ സ്കാലപ്സ് ലൈൻ ഇട്ടിട്ട് ഫില്ല് ചെയ്തു. എന്നിട്ട് ഡബിൾ ലൈന് വരച്ചു. ഈ സ്പേസിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ കൊടുക്കുന്നത് സ്പൈറലാണ്, പക്ഷേ സ്പൈറൽ അധികം ചുറ്റിച്ചു കൊടുക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു വല്ലാണ്ട് പ്രഷർ ചെയ്യുന്നില്ല. മെഹന്തി വല്ലാണ്ട് പ്രഷർ ചെയ്യാതെ സ്കാലപ്സ്, കുഞ്ഞു കുഞ്ഞു സ്കാലപ്സ് വരച്ചാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി പുറത്തുള്ള പോർഷൻ സെൻറ്ററിൽ ഞാൻ ലീഫ് ബഞ്ചസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി അപ്പുറവും ഇപ്പുറവും ലീഫ് വരച്ചു കൊടുക്കുക. 2 ലീഫാണ് ഞാൻ വരച്ചു കൊടുത്തത്. 3 വേണേൽ 3 വരയ്ക്കുക, പക്ഷേ ഹൈറ്റ് കൂടാണ്ട് വെച്ചിട്ട് 2 കൊടുത്ത്. എന്നിട്ട് ആ രാ ഇട്ടിട്ടുള്ള ആ ഒരു കേവ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ലീഫ് കൊടുക്കുക, ആ കേവ് ഡിസൈൻ കൊടുക്കുക. അങ്ങനെ നമ്മൾ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇനി ബാക്കി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഔട്ടർ പോർഷൻ നന്നായിട്ട് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. ഔട്ടർ പോർഷൻ ആദ്യം മൊത്തത്തിൽ ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. ലീഫിൻ്റെ ഉള്ളിൽ ലൈനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഔട്ടർ പോർഷൻ മൊത്തത്തിൽ ഡാർക്കൺ ചെയ്തു.